Hello, welcome back and welcome to my channel Hibaja First Stories. സോ ഇന്ന് നമ്മൾ സീലാൻ വരെ ഒരു ഡേ ഔട്ട് പോയതിൻ്റെ ഒരു വീഡിയോ ആണ്. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. സോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 3 o'clock കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് അവിടെ ഒരു 4:30, 5 ആകുമ്പോഴാണ് നമ്മൾ എത്തിയത്. 5 ആകുമ്പോൾ തന്നെ സൺസെറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കാണാം മാനം അങ്ങനെ ചുമന്ന് കിടക്കുന്നുണ്ട്. സൺസെറ്റ് തുടങ്ങിയിട്ടുണ്ടാകും. അപ്പം നമ്മൾ വിചാരിച്ചു ഫസ്റ്റ് തന്നെ ഡെസേർട്ടിൽ കയറിയിട്ട് സൺസെറ്റ് വ്യൂ ചെയ്യാമെന്ന്. സോ ഞങ്ങളെല്ലാവരും ഡയറക്റ്റ് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കയറുകയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്കിവിടെ ഫ്രണ്ട്സ് എന്ന് പറയാൻ അത് കാര്യമില്ല. ഇക്കാൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ചെറുപ്പം തൊട്ടേ ഇക്കാൻ്റെ കൂടെയുള്ള ഒരു ഫ്രണ്ട്. ആളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആളിവിടെ കുറേ കാലമായിട്ടുള്ളതാണ്. ഞങ്ങൾ വന്നിട്ടിപ്പോൾ ഇക്ക വന്നിട്ടിപ്പോൾ 6 months ആവുന്നു, ഞാൻ വന്നിട്ട് 2 months. സോ ഞങ്ങൾക്ക് അധികം ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്സുമായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇക്കാൻ്റെ ഫ്രണ്ട് ആൻഡ് ഹിസ് ഫ്രണ്ട്സ്, അങ്ങനെയാണ് നമ്മൾ ഈ സീ ലൈനിലേക്ക് പോയത്. പ്ലസ് ഈ ഡെസേർട്ട്. സോ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത്. അതിന് വലിയ ഡെസേർട്ടൊന്നും അല്ലെങ്കിലും മണലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ദെൻ നമ്മൾ കുറേ സൺസെറ്റിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഈ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ഡെസേർട്ട് സഫാരിക്ക് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു വ്യൂ, അല്ലെങ്കിൽ ഡെസേർട്ട് സഫാരി വ്യൂ കിട്ടുന്ന ഒരു ഭാഗമാണ്. അപ്പം നമ്മുടെ ചുറ്റും ഇങ്ങനെ വണ്ടികൾ പോകുന്നുണ്ട്. നിങ്ങളിപ്പോൾ ആ ഒരു ഇടയിലൊരു വണ്ടി പോകുന്നത് കണ്ടോ? കണ്ണിൽ നിന്ന് ബാക്ക് അടിച്ച് നോക്കിയോളൂ. ഭയങ്കര സ്പീഡായിരുന്നു ആൻഡ് നല്ല രസമായിരുന്നു. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോകുന്നത്. അതുപോലെ ഒരുപാട് വണ്ടികൾ നമ്മുടെ ചുറ്റും പോകുന്നുണ്ട്. ആൻഡ് ഇത് എല്ലാവർക്കും ഒരു വ്യൂ കിട്ടുന്ന പോലെ നല്ലൊരു സംഭവമായിരുന്നു. ദെൻ അവിടെ നിങ്ങൾ 3 വണ്ടികൾ കാണുന്നുണ്ടാവും. അതിൽ ഒന്ന് അവിടെ പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ട്രിക്കൊക്കെ ഉണ്ട്. അപ്പം ഞാനിതിൽ പല ക്ലിപ്സാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് കണ്ട ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെഹിക്കിൾസൊക്കെ കാണുമ്പോൾ ഞാൻ അതിൻ്റെ ഷോർട്സ് ഇങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വണ്ടി പെട്ടിട്ടുണ്ടായിരുന്നു. അതിന് എടുക്കാൻ വേണ്ടി 2 വണ്ടികൾ വന്നാണ്. സോ കണ്ടോ, 3 വണ്ടിയുണ്ട്. അതൊന്ന് ബാക്കിൽ നിന്ന് വലിക്കുന്നു, ഒന്ന് ഫ്രണ്ടിൽ നിന്ന് എന്തോ സപ്പോർട്ട് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നു. എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. സോ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. അപ്പം അങ്ങനെ ആ വണ്ടികൾ വന്ന് ആ പെട്ട് കിടന്ന വണ്ടിയെ തിരിച്ചെടുത്തിട്ട് പോയി. സോ ഇങ്ങനെ മണലിൽ സഫാരി നടത്തുമ്പോൾ അതിന് മാത്രമുള്ള ഒരു കഴിവ് വേണം എന്ന് പറയാം. കാരണം ആ ഒരു എന്തൊക്കെയോ ഉണ്ട്, എന്നാൽ വണ്ടി അതിലൊന്നും പെടാതെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ചെറിയ അബദ്ധങ്ങൾ പറ്റിയിട്ട് പെടുന്ന ആൾക്കാരിനെ ഹെൽപ്പ് ചെയ്യാനും അവിടെ ആൾക്കാരുണ്ട്. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ആ വണ്ടി എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുത്തി. അതിൻ്റെ ഇടയിൽ അടുത്ത വണ്ടി വരുന്നുണ്ട്. സോ ഈ വണ്ടിയുടെ ഒരു റീല് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു വണ്ടിയാണിത്. നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഏതാ വണ്ടി. ഓക്കെ, സോ അതങ്ങനെ പോയി. അങ്ങനെ നമ്മൾ കുറേ നേരം ഇരുന്ന് അവിടെ അതിൻ്റെ ഒരു വ്യൂ ഒക്കെ കണ്ടു. നല്ല ഇരുട്ടായി തുടങ്ങിയപ്പോൾ നമ്മൾ സീ ലൈനിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ഇരുട്ടായതുകൊണ്ട് അവിടെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കടലായിരുന്നു. പിന്നെ അവിടെ കുട്ടികൾ സ്റ്റാർ ഫിഷിനെ പിടിക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല, ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പം പിന്നെ അവിടെ ഒരു ഹോട്ട് എയർ ബലൂൺ കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്തിട്ടിരുന്നാണ്. യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ മറ്റാൾ തെറ്റി കിടക്കുന്നൊക്കെ ഉണ്ട് മോള്, അവളെ എടുക്കാത്തതിന്. പിന്നെ നമ്മളവളെ എടുത്ത് നല്ല പുറത്തേക്ക് ഇറങ്ങി കുറച്ചുകൂടെ അടുത്തുനിന്ന് നമ്മളത് പൊന്തിക്കും. അത് പറത്തി വിടുന്നു കൊണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു. പക്ഷെ പറത്തി വിടുന്നതൊന്നും കണ്ടില്ല. സോ ഇടയ്ക്കത് ഇതുപോലെ കണ്ടോ തീ വരുന്നത്. അങ്ങനെ നമ്മൾ തീ വരുമ്പോൾ ആണെന്ന് വിചാരിക്കും, പക്ഷെ അല്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് മൂവ് ചെയ്തു. അപ്പോൾ രാത്രി ആയപ്പോൾ തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ നമുക്ക് വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് നമ്മൾ അതിൻ്റെ എഫേർട്ട് കൊടുക്കുമല്ലോ. നല്ല തണുപ്പുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ വക്രയിലേക്കാണ് പോയത്. അവിടെയും ബീച്ചാണ്. സോ ബേസിക്കലി എനിക്ക് ബീച്ച് പേടിയാണ്. അത് ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കടൽ നല്ലോണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറയുമല്ലോ കടലിറങ്ങുന്നത് സുനാമി വരാനാണെന്നൊക്കെ. സത്യമാണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനത്തെ ചില പേടികളൊക്കെയാണ്. പിന്നെ ഞങ്ങളിങ്ങനെ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് അവിടെ ഇങ്ങനെ ട്രെയിന് പോകുന്നതും പിന്നെ കുതിരവണ്ടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം, അതിൻ്റെ ഒരു ക്ലിപ്പ്. നമ്മളിങ്ങനെ അവിടുത്തെ വ്യൂ ഒക്കെ ഇതൊക്കെ നേരിട്ട് കാണാൻ ഇതിനേക്കാൾ സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ കണ്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് നിൽക്കുമായിരുന്നു. ദെൻ നമ്മൾ മെയിൻ സൂക്കിൻ്റെ ഭാഗത്തേക്ക് കടന്നു. വക്രയിൽ സൂക്കാണുള്ളത്. അപ്പോൾ ഇവിടെ സൂക്ക്, ദെൻ ഈ ഒരു ഏരിയ അതിൻ്റെ ബാക്ക് സൈഡ് സീ സൈഡ്, അതിന് ഏറ്റവും ബാക്കിൽ സീ ആണ്. ദെൻ ഇതുപോലെ കുറേ ഫുഡ് സ്പോട്ടുകളുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് സൂക്ക് വരുന്നത്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഒരു പ്ലാനിൽ തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മൾ സീ സൈഡിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ, ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഫുഡ് സ്പോട്ടുകളുണ്ട്. പിന്നെ ഇതവൾക്ക് ഈ ഒരു കളി ഭയങ്കര ഇഷ്ടമാണ്, രണ്ടാൾ കയ്യിൽ തൂക്കുന്നത്. തീരെ സേഫ് അല്ല നമുക്കറിയാം, നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക പോകുന്നത്. അപ്പോൾ നല്ല ഫൺ മൊമെൻറ്റ്സ് ഒക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഞാൻ നിങ്ങൾക്ക് ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ടും ഇങ്ങനെ വീഡിയോ ആക്കാൻ വേണ്ടിയിട്ടും 2 പ്രാവശ്യം ബാക്കിൽ പോയിട്ട് വരലും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എല്ലാവരും കൂടെ പേടിച്ചു, കളിയാക്കി. അങ്ങനെ നല്ല ഫൺ മൊമെൻറ്റ്സ് ആയിരുന്നു അവിടെ. ദെൻ നമ്മൾ പോയത് ലാൽ കില റെസ്റ്റോറൻറ്റിലായിരുന്നു. ഖത്തർ ബേസ് ചെയ്ത് റീൽസൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. കുഴപ്പമില്ലാത്ത ഫുഡ് ഒക്കെയാണ്. ഞങ്ങൾക്കിഷ്ടമാണ്. ഞങ്ങൾക്ക് അവിടുത്തെ മീൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ഫുഡിനെ പറ്റിയുള്ള അഭിപ്രായം പറയാൻ നമ്മളവിടെ എല്ലാം അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫിഷ് ഉള്ളിൽ വന്നിട്ട് നമുക്ക് വേണ്ട ഫിഷ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ പുറത്ത് വന്നിട്ട് നമുക്ക് ഏത് മസാലയാണ് ആഡ് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ നമ്മൾ നല്ല തിരക്കായിരുന്നു അവിടെ. അപ്പോൾ നമ്മളത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ പുറത്തിങ്ങനെ നിലുവിനെ കളിക്കാൻ വിട്ടിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ദെൻ നമ്മൾ സീറ്റിംഗ് ആയി. അതിനുശേഷം അവർ അവരുടെ കോംപ്ലിമെൻ്ററി സൂപ്പ് കൊണ്ടുവന്നു നമുക്ക്. ദെൻ ഫുഡ് ഓരോന്നോരോന്നായിട്ട് വന്നു. നമ്മളിതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മൾ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ടും ഫുൾ വീഡിയോക്ക് വേണ്ടിയിട്ടൊക്കെ സെപ്പറേറ്റ് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും അല്ല ഞാൻ ഷോർട്സിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, പക്ഷേ ഇതൊക്കെ തന്നെയാണ്. ക്ലിപ്സ് തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഷോർട്സ് കാണാത്തവരാണെങ്കിൽ ഒന്ന് കയറി ഷോർട്സും കൂടെ കാണാം. പിന്നെ നമ്മൾ ബാർബിക്യൂ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻ കേസ് നമുക്കത് തികഞ്ഞില്ലെങ്കിലോ എന്നൊരു മട്ടിൽ. ദെൻ കഴിച്ചൊക്കെ കഴിഞ്ഞ് കൈ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ജീരകത്തിന് പകരം ജീരക മിഠായി ഉണ്ടായിരുന്നു. നമ്മൾ അതെടുത്ത് കഴിച്ചു. ദെൻ നമ്മൾ പുറത്തിറങ്ങി പോകാൻ നിന്നപ്പോൾ കുറച്ച് നേരം കൂടെ സംസാരിച്ചിട്ട് പോകാം എന്നൊരിതായി. നമ്മളിങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ദെൻ അതിനുശേഷം നമ്മൾ ചെറിയൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു. അവരുടെ ഒരു സുലൈമാനിയും കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നു. അതൊക്കെ കുടിച്ച് ഏകദേശം 12 മണിയായി നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് കറക്റ്റ് ടൈം പറയുമ്പോൾ 8 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. സോ 8 to 12 നമ്മൾ വക്രയിൽ അടിച്ചു പൊളിച്ചു, ഫുഡ് കഴിച്ചു. ദെൻ നമ്മൾ തിരിച്ചു പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്.